ഓക്കെ, നമ്മൾ നമ്മൾ ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസ് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ട്രാൻസ്പോസോൺസ് ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൻ്റെ ട്രാൻസ്പോസോൺസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് കാറ്റഗറി പഠിക്കാൻ മൂന്നെണ്ണം പഠിക്കാനുണ്ട്. ഒന്ന് ഹ്യൂമൻസിലുള്ളത്, ഒന്ന് ഡ്രോസോഫിലയിലുള്ളത്, ഒന്ന് മെയ്സിലുള്ളത്. ഈ മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് ട്രാൻസ്പോസോൺസ്, യൂക്കാരിയോട്ടിക് ട്രാൻസ്പോസോൺസ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദർ ആർ ടു ടൈപ്സ് ഓഫ് യൂക്കാരിയോട്ടിക് ട്രാൻസ്പോസോൺസ്. നമ്മൾ നേരത്തെ കണ്ട അതേ കാറ്റഗറിയിൽ വരുന്നതന്നെ. ഒന്ന് DNA ട്രാൻസ്പോസോൺസ് ആണ്, ലൈക്ക് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസ്. അടുത്തത് റിട്രോ ട്രാൻസ്പോസോൺസ് ആണ്. ഓക്കെ, എന്നുവെച്ചാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ബേസ്ഡ് ആയിട്ടുള്ള റിട്രോ ട്രാൻസ്പോസോൺസ് ആണ് അടുത്തത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ രണ്ട് ടൈപ്പാണ് യൂക്കാരിയോട്ടിക് ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് സിമിലർ ടു normal DNA transposons. Okay, DNA that will be moving via DNA, and examples എടുക്കുകയാണെങ്കിൽ P elements in Drosophila, AC and DC in maize are examples for normal eukaryotic DNA transposons. മറ്റേതെന്ന് പറയുന്നത് റിട്രോ ട്രാൻസ്പോസോൺസ് ആണ്. അതിന് എക്സാമ്പിളാണ് TY elements in yeast, Copia elements in Drosophila, ALU sequences in humans. ഇതൊക്കെ എന്തിനാണ്? റിട്രോ യൂക്കാരിയോട്ടിക് ട്രാൻസ്പോസോൺസിന് എക്സാമ്പിളാണ്. അപ്പം നോർമലി ഉള്ളതുപോലെ തന്നെ ദേ വിൽ ബി ക്രിയേറ്റിംഗ് ഡയറക്റ്റ് ടാർജറ്റ് റിപ്പീറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലേ, ടാർജറ്റ് സൈറ്റിൽ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ട് ടാർജറ്റ് റിപ്പീറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്, യൂക്കാരിയോട്ടിക് ട്രാൻസ്പോസോൺസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സൈൻ ആൻഡ് ലൈൻ ആണ്. സൈൻ എക്സാമ്പിളായിട്ട് വി വിൽ ബി ലേണിംഗ് ദി ALU ഫാമിലി. ഓക്കെ, ഒരു റിട്രോ ട്രാൻസ്പോസോൺ ആണെന്ന് പറഞ്ഞു. ലൈനിന് എക്സാമ്പിളായിട്ട് വി വിൽ ബി ഡിസ്കസിങ് ദി L1 എലമെൻറ്റ്സ്. രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സും സ്ട്രക്ചറും അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ മെക്കാനിസവും, നോട്ട് റെപ്ലിക്കേഷൻ, ട്രാൻസ്പോസിഷൻ മെക്കാനിസവും നമ്മൾ പറയുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ഡിസ്കസിങ് വിത്ത് ദ സൈൻ. സൈൻ എന്ന് പറയുന്നത് ദേ ആർ ഷോർട്ട് ഇൻഡസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെൻറ്റ്. ഓക്കെ, ഷോർട്ട് ഇൻഡസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെൻറ്റ്സ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ലൈനിൻ്റെ ഇതും കിട്ടിയല്ലേ, എന്താണ്? ലോങ് ഇൻഡസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെൻറ്റ്സ്, അതായിരിക്കും ലൈൻ. അപ്പോൾ ഷോർട്ട് ഇൻഡസ്പേഴ്സ്ഡ് ന്യൂക്ലിയർ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള ന്യൂക്ലിയർ എലമെൻറ്റ്സ്, ന്യൂക്ലിയർ ട്രാൻസ്പോസോൺസ് ആണ് എന്ത്, സൈൻ എന്ന് പറയുന്നത്. 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ കരുതി നിങ്ങൾക്കിത് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോയിന്റുകൾ ഓർക്കാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പോയതാണ്. സോ ദ മോസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഹ്യൂമൻ ട്രാൻസ്പോസോൺ. ഓക്കെ, സൈൻ ഈസ് ആക്ച്വലി മോസ്റ്റ് അബണ്ടൻറ്റ് ഹ്യൂമൻ ട്രാൻസ്പോസോൺ. അപ്പം ദറ്റ് ഈസ് ഇൻ ഹ്യൂമൻ ബീങ്. ഇത് അറൗണ്ട് 13% ഓഫ് ദ ടോട്ടൽ ഹ്യൂമൻ DNA ഇരുന്നുണ്ട് ഈ പറയുന്ന സൈൻസ് പ്രസൻ്റ് ആണ്. ആ പ്രസൻ്റ് ആയതിൻ്റെ ഒരു ടോപ്പ് പെർസെൻറ്റേജ് ALU എലമെൻറ്റ്സ് ആണ് എന്നുള്ളതാണ്. കാരണം 1.6 മില്യൺ സൈറ്റ്സിൽ യു ക്യാൻ ഫൈൻഡ് ദ സൈൻസ് ഇൻ ഹ്യൂമൻ ജീനോം. അതിൽ 1.1 മില്യൺ സൈറ്റ്സിലും എന്താണുള്ളത്? ALU എലമെൻറ്റ്സ് ആണുള്ളത്. അതാണ് ആ ALU എലമെൻറ്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ റിമൈനിങ് പോർഷൻ അറൗണ്ട് 0.5 മില്യൺ എന്ന് പറയുന്നത് അതർ ടൈപ്സ് ഓഫ് സൈൻസ് ആണ്. ഓക്കെ, ഇപ്പം സൈൻസ് ആസ് യൂഷ്വൽ RNA റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ കേസിൽ നിങ്ങൾ പോളി എ റിട്രോ ട്രാൻസ്പോസോൺസ് കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈപ്പാണ് ആക്ച്വലി സൈൻ എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? 3' റിച്ച് സീക്വൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം ആ ഒരു 3' എൻഡിലുള്ള A പോയിട്ടാണ് ടാർജറ്റ് സൈറ്റിൽ T ആയിട്ട് പോയിട്ട് ബേസ് പെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ടാർജറ്റ് സൈറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മളവിടെ പോളിയെ മെക്കാനിസം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു മെക്കാനിസം ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി ഓഫ് ട്രാൻസ്പോസോൺസ് ആണ് സൈൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അതിൽ 5' എന്ന് പറയുന്നത് എന്താണ്, മിസ്സിങ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5' എത്തുന്നതിന് മുമ്പേ തന്നെ അത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5' നമ്മൾ UTR എന്തിനാണ് പറയുന്നത്? ആക്ച്വലി അത് പറയുന്ന എപ്പോഴാണ് നമ്മൾ പറഞ്ഞത് 5' എന്ന് പറയുന്നത് കോഡിംഗ് സീക്വൻസസിൻ്റെ ടാർജറ്റാണ് എന്നുള്ളത്, കോഡിംഗ് സീക്വൻസസിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ UTR കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എലമെൻ്റൽ ന്യൂക്ലിയോടൈഡോട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക.
അതുവരെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക, അല്ലെങ്കിൽ അത് തൊട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അപ്പം ആ ഒരു ബേസിൽ ഈ ഒരു എലമെൻ്റ് അവിടെ മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് 5' എൻഡ് ഷോർട്ട് എൻഡ് ആയിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 5' എൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് എൻഡ് ആണ്, ബിക്കോസ് ടെർമിനേഷൻ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ ബിഫോർ ഇറ്റ് റീച്ചസ് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. നൗ പല അസുഖങ്ങളിലും യു ക്യാൻ ഫൈൻഡ് ദിസ് പെർട്ടിക്കുലർ സൈൻ ഇൻവോൾവ്മെൻറ്റ്. എന്തുകൊണ്ടാണ്? ചില ജീൻസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ സൈൻ അങ്ങ് ഇൻസേർട്ട് ആവും. അപ്പം ആ ജീന് മ്യൂട്ടേറ്റഡ് ആയി നോൺ ഫങ്ഷണലായിട്ട് മാറും. അപ്പം ഹീമോഫീലിയ എൻ്റെ കേസിൽ ഇറ്റ് ഈസ് ദർ. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾസ് മാത്രമേ പറയുകയാണ്. ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് ടൈപ്പ് 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലും യു ക്യാൻ ഫൈൻഡ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ജീനിൽ കീ ജീൻസിലേക്ക് എന്ത് പോകും? ഈ സൈന് പോയിട്ട് അവിടെ അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീനെ സ്പ്ലിറ്റ് ചെയ്ത് കളയും. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജീനെ നോൺ ഫങ്ഷണലായിട്ട് മാറും. സോ യു ക്യാൻ ഫൈൻഡ് ദ ലോ. ഓക്കെ, അപ്പം ലൈന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദെൻ യു ഹാൻ ഫൈൻഡ് ദ സൈൻ. ലൈനിൻ്റെ കേസിൽ നിങ്ങൾ ORF1 ORF2 പഠിച്ചത് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. പോളിയെ ടെയിൽ. ഇപ്പോൾ ലൈനിൻ്റെ കേസിലും സൈനിൻ്റെ ടെയിലും ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. ആൻഡ് ORF1 ആൻഡ് ORF2 യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പം സൈൻ്റെ കേസിൽ കമ്പാരിറ്റീവ്ലി ഷോർട്ട് ആയിരിക്കും സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഇവിടെയും ഉണ്ട്. ഓക്കെ, ആൻഡ് ദർ ഈസ് എ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു റിപ്പീറ്റ്സ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. ഓക്കെ, അതാണിത്. AT റിച്ച് നോട്ട് ഓപ്പോസിറ്റ്സ്. AT റിച്ച് എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ടല്ലോ, അതുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് രണ്ട് സൈഡിലുണ്ടാവും ഇൻ കേസ് ഓഫ് ദി നോട്ട് ഓൺ ബോത്ത് സൈഡ്സ്. UTR സെഗ്മെൻറ്റ്സ് ആണ് രണ്ട് സൈഡിലുണ്ടാവും. 5' എൻഡിൽ മാത്രമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് 5' എൻഡാണിത്. ഓക്കെ, ക്ലിയർ അല്ലേ? 5' എൻഡ് നോട്ട് 5' എൻഡ് അല്ലേ, 3' എൻഡ് ഒട്ടുപോലെ 3' എൻഡ് 5' എൻഡിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, 3' എൻഡ് 5' എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് കോഡിംഗ് സ്റ്റാൻഡിൻ്റെ ആണ്, ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ ബേസിലല്ല പറയുന്നത്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് എപ്പോഴും ലേബിൾ ചെയ്യുക കോഡിംഗ് സ്റ്റാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഡിംഗ് സ്റ്റാൻഡ് ബേസ് ചെയ്ത് പറയുമ്പോൾ ശരിക്കും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 5' ആണ്. പക്ഷേ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ ബേസിൽ പറയുമ്പോൾ 3' എൻഡാണ്. അപ്പോൾ നമ്മൾ എല്ലാം പറയുക, പക്ഷേ കോഡിംഗ് സ്റ്റാൻഡിൻ്റെ ബേസിലാണ്. അപ്പോൾ 5' 3' എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കോഡിംഗ് സ്റ്റാൻഡിൻ്റെ ബേസാണ് എന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടാവുക. ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. 1.6 മില്യൺ സൈറ്റിൽ യു ക്യാൻ ഫൈൻഡ് ദ സൈൻ. അതിൽ തന്നെ 1.1 മില്യണും എന്താണ് ALU എലമെൻറ്റ്സ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ALUവിന് പേര് വന്നത് ALU1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ പ്രോട്ടീനാണ്, വിച്ച് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദി ആർത്രോബാക്ടർ ലൂട്ടിയസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ഒരു റെസ്ട്രിക്ഷൻ പ്രോട്ടീനാണിത്. അപ്പം ആ ഒരു പ്രോട്ടീൻ്റെ ബേസിലാണ് ഇതിന് ഈ പേര്, ആ പ്രസൻസിലാണ് ഇതിൻ്റെ പേര് ALU എലമെൻറ്റ് എന്നുള്ള ഒരു കാര്യമായിട്ട് വന്നത്. നൗ വി ആർ മൂവിങ് ഇൻ ടു ALU എലമെൻറ്റ് ഇൻ ഡീറ്റെയിൽ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ രണ്ട് മെക്കാനിസത്തിലുള്ള അതേ റിപ്പീറ്റാണ് ഇത് വരിക. ഞാൻ ജസ്റ്റ് ഷോർട്ടൻ ചെയ്തിട്ട് ഇവിടെ പറയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മെക്കാനിസം ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, സോ ലെറ്റ് us see. ALU എലമെൻസിൻ്റെ പ്രത്യേകത എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 300 ബേസ് പെയർസ് ലോങ്. മോസ്റ്റ് അബണ്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. മോസ്റ്റ് അബണ്ടൻ്റ് ടൈപ്പ് ഓഫ് സൈൻ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം എ ജീൻ നോൺ ആസ് 7SLRNA ജീൻ. ഈ ഒരു പേര് ഓർമ്മയിൽ ഉണ്ടാവണേ, നെറ്റിനൊക്കെ ചോദിക്കും. 7SLRNA ജീൻ. 7SLRNA ജീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീനാണ്. അത് സൈറ്റോസോളിക് സൈഡിലുള്ള പ്രോട്ടീൻസിനെ, പോളിപെപ്റ്റൈഡ്സിനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൽ നിന്നാണ് ALU എലമെൻറ്റ്സ് ആക്ച്വലി ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഓർമ്മയിലുണ്ടാവുക. 70SLRNA എന്നുള്ളത് ഓർമ്മയിലുണ്ടാവുക. ഓക്കെ, ദെൻ സ്ട്രക്ചറലി ALU എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ഓഫ് ഹെഡ് ടു ടെയിൽ ഫ്യൂഷൻ ഓഫ് ടു സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ മോണോമേഴ്സ് ജോയിൻഡ് ബൈ A റിച്ച് റീജിയൻ ഇൻ ദ 3' എൻഡ്. നമുക്ക് AT റിച്ച് റീജിയൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ സൂചിപ്പിക്കുന്നത്? ഒരു സ്റ്റാൻഡിൽ A ആണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത സ്റ്റാൻഡിലാണ് T ഉണ്ടാവുക. ഈ ഒരു ബേസ് പെയറിനെയാണ് നമ്മൾ AT റിച്ച് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ. അതുകൊണ്ട് AT അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം A റിച്ച് റീജിയൻ ഉണ്ടാവും 3' എൻഡിൽ എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്.
ആൻഡ് ഒരു ഡൈമറൈസേഷൻ, 2 മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡൈമറൈസേഷൻ്റെ ഫലമായിട്ടാണുള്ളത്. 2 അറ്റവും ഫ്ലാങ്ക്ഡ് ബൈ ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന RNA പോളിമറൈസ് എന്ന് പറയുന്നത് RNA പോളിമറൈസ് 3 ആണ്. ഇനി ഇതിന് സ്വന്തമായിട്ട്, അതായത് സൈൻ എന്ന് പറയുന്ന എലമെൻറ്റിന്, LU എലമെൻറ്റിന് സ്വന്തമായിട്ടുള്ള മെഷീനറി ശരിക്കും ഇല്ല. എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റിയും ട്രാൻസ്പോസേസ് ആക്ടിവിറ്റിയൊക്കെ ആക്ച്വലി അത് ലൈനിനെ ഹൈജാക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ലൈനിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതാണ് L1 എന്ന് പറയുന്നത്. ഈ L1 ലൈനിനെ ഹൈജാക്ക് ചെയ്തിട്ട് അവർ എൻഡോന്യൂക്ലിയേസും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ LU എലമെൻറ്റ്സ് പുതിയ ഒരു ട്രാൻസ്പോസിഷൻ നടത്തുന്നത് എന്ന കാര്യവും ഓർമ്മിക്കുക. സോ ഇറ്റ്സ് ആക്ച്വലി വിത്ത് സപ്പോർട്ട് ഫ്രം ദി L1. ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോസിഷൻ അല്ല അവിടെ നടക്കുന്നത്. ലൈനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന എൻഡോന്യൂക്ലിയസും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മെക്കാനിസം നടക്കുന്നത്. പക്ഷേ എന്താണ്, ടാർഗറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പോളി എ റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ കേസിൽ കണ്ട ആ ഒരു മെക്കാനിസമാണ് സൈനും ലൈനും ഒക്കെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുമല്ലോ. ഫസ്റ്റ് എന്താ നടക്കുന്നത്, ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ RNA ഉണ്ടാവും. ഓക്കെ, ആ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന RNA പോളിമറൈസ് 3 ഉപയോഗിച്ചുകൊണ്ടാണ്, ഹോസ്റ്റ് സെല്ലിൻ്റെ DNA ആൻഡ് ഹോസ്റ്റ് DNA നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപയോഗിച്ചുകൊണ്ട്. ഹോസ്റ്റ് DNA എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം നോർമൽ DNA. ഓക്കെ, ആ നോർമൽ DNA തന്നെ കാണുന്ന ഒരു എലമെൻ്റാണ് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഹോസ്റ്റ് DNAൻ്റെ RNA പോളിമറൈസ് ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് വേറെ ഏതോ DNA ആണെന്ന്. അങ്ങനെയല്ല, ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സിൻ്റെ ഉള്ളിലല്ല RNA പോളിമറൈസ് അല്ലെങ്കിൽ RNA പോളിമറൈസ് RNA പോളിമറൈസ് ജീൻ പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നാണ് അവിടെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളിപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മൾ സെയിം DNAയിൽ നിന്ന് തന്നെയാണ് RNA പോളിമറൈസ് ഉണ്ടാകുന്നത്. പക്ഷേ RNA പോളിമറൈസ് ഉണ്ടാകുന്നത് എവിടെ നിന്നല്ല, ട്രാൻസ്പോസോൺ എന്നല്ല. അപ്പം അങ്ങനെ ട്രാൻസ്പോസോൺ എന്നല്ലാത്ത പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോസ്റ്റ് സെൽ മെഷീനറി എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റ് DNA മെഷീനറി എന്നൊക്കെ ഉപയോഗിക്കുന്നത് അവിടെയാണ്. അപ്പം ആ ഒരു RNA പോളിമറൈസ് ഉപയോഗിച്ചുകൊണ്ട് സിന്തസിസ് നടക്കും, RNA ഉണ്ടാവും. ഈ RNAനെ എന്ത് ചെയ്യും, SRP914 എന്നൊക്കെ പറയുന്ന പ്രോട്ടീൻസ് ക്യാരി ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുപോകും. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഇറ്റ് വിൽ ബി അസോസിയേറ്റിംഗ് വിത്ത് L1 എൻഡോന്യൂക്ലിയേസ് ആൻഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ആരൊക്കെയാണത്, ORF1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവിടെ വേണം. ORF2 ആണ് എൻഡോന്യൂക്ലിയേസും അതുപോലെ തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും. ഓക്കെ, ഈ ഒരു പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്നിട്ടോ തിരിച്ച് നേരെ ന്യൂക്ലിയോപ്ലാസത്തിലേക്ക് വരും. ന്യൂക്ലിയോപ്ലാസത്തിലേക്ക് വന്നതിന് ശേഷം ഇറ്റ് വിൽ ബി സെർച്ചിങ് ഫോർ ദ ടാർജറ്റ്. ടാർജറ്റിനെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ടാർജറ്റിനെ മീറ്റ് ചെയ്യുന്ന TT ആണ് അല്ലേ. 5' എൻഡിലെ TT സെഗ്മെൻറ്റ്സ് ആണ് അത് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ TTയിൽ പോയിട്ട് എന്ത് ചെയ്യും, നേരത്തെ ഞാൻ പറഞ്ഞ AAA ബൈൻഡ് ചെയ്യും. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ മെക്കാനിസം. പോളി എ റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ ട്രാൻസ്പോസിഷൻ മെക്കാനിസം പഠിച്ചേക്കണേ. ഓക്കെ, ടാർജറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു മെക്കാനിസം കണ്ടതിന് ശേഷമേ ഇത് പഠിക്കാവുള്ളൂ, എന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതും പഠിക്കണം അതും പഠിക്കണം എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ പോവുക. അതേ മെക്കാനിസം ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഒന്ന് പോയിന്റ് ഞാനതിന് ഫിഗർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല, സെയിം ഫിഗർ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നേരത്തെ മെക്കാനിസം എടുത്തപ്പോൾ പറഞ്ഞ അതേ ഫിഗർ തന്നെ ഉപയോഗിച്ചാൽ മതി. സോ ഇറ്റ് വിൽ ബി ബൈൻഡിങ്. അപ്പോൾ RNA ബൗണ്ട് ആയിട്ടുള്ള ഒരു ടാർജറ്റ് DNA അപ്പോൾ കിട്ടി. അങ്ങനെ RNA ബൗണ്ട് ആയിട്ടുള്ള ടാർജറ്റ് DNA ഇങ്ങനെ, ഇത് DNA, ഇത് RNA ആണ്, ഇവിടെ DNA ഉണ്ട്. ഓക്കെ, ഇനി ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ DNAൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻ്റ് എന്നുണ്ട് ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ കട്ട് വന്നതാണല്ലോ, ഇതിനെ പ്രൈമായിട്ട് എടുത്തുകൊണ്ട് ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ഒരു DNA സിന്തസിസ് നടക്കും. ഇത് സിന്തസിസ് നടന്നു കഴിഞ്ഞാൽ ഈ DNA എന്താ പറയുക, cDNA എന്നാണ് പറയുക. cDNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ RNA എന്ത് ചെയ്യും, ഡിഗ്രേഡ് ചെയ്യും. cDNA കോംപ്ലിമെൻ്ററി ആയിട്ട് വീണ്ടും ഒരു സിന്തസിസ് നടക്കും. അങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് DNA അവിടെ ഉണ്ടായി ഫ്രം ദ RNA ദാറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദി ടാർജറ്റ് സൈറ്റ്. അപ്പോൾ അവിടെയൊക്കെ DNA ലിഗേസ് വരുന്നുണ്ട്, റിപ്പയറിങ് എൻസൈംസ് വരുന്നുണ്ട്. ഈ എൻസൈംസ് ഒക്കെ ആരതാണ്, ഹോസ്റ്റ് സെൽ മെഷീനറിയുടെ ഹോസ്റ്റ് DNA മെഷീനറിയുടെ എൻസൈംസ് ആണ്, അല്ലാതെ ട്രാൻസ്പോസോണിൻ്റെതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്പോസിഷൻ. അപ്പോൾ ഓർമ്മയുണ്ടാവുക, ALU എലമെൻറ്റ്സ് ഫോളോ ചെയ്യുന്നത് പോളി എ റിട്രോ ട്രാൻസ്പോസോൺസ് കാണിക്കുന്ന ടാർജറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്. ബിക്കോസ് ഇറ്റ് ഹാസ്
3-AT റിച്ച് റീജിയൻ എന്നുള്ളത് ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ പഠിച്ചാൽ മതി. അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. സെയിം മെക്കാനിസമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, അതാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി ലൈൻസ്. ലൈൻസിൻ്റെ മെക്കാനിസം ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ലൈനിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് സൈന് ട്രാൻസ്പോസിഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലൈനിൻ്റെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ലൈനിൻ്റെ മെക്കാനിസം റിപ്പീറ്റ് ചെയ്യില്ല, കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ സാധനമാണ്. മറിച്ച് ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ലൈൻ എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്തേ ഉള്ളൂ, ലോങ് ഇൻ്റർസ്പേഴ്സ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ഹാവിങ് ഹയർ ലെങ്ത് എന്നുള്ളതാണ്. അറൗണ്ട് 6000 to 8000 ബേസ് പെയേഴ്സ് ലോങ് ആണ് ലൈൻ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് L1 ആണ്. അതാണ് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞേക്കുന്നത്. അത് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് അബൌട്ട് ഒരു 17% അല്ലേ. മറ്റേതിൻ്റെ കേസിൽ സൈന് ടോട്ടലായിട്ട് 13% ആണ് പറഞ്ഞത്. ഓക്കെ, അതിൽ 1.6ൽ 1.1 ആയിരുന്നു ALU എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ L1ൻ്റെ കേസിൽ അത് 17% ആണ് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവുക. നൗ ലൈൻസ് ആർ ഓട്ടോണോമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ മെഷീനറി ആവശ്യമില്ല, വേറെ ആരെയും ആവശ്യമില്ല. നേരത്തെ നമ്മൾ സൈനിൻ്റെ കേസിൽ സൈൻ ആരെ മെഷീനറി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ലൈനിൻ്റെ മെഷീനറിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതൊരു നോൺ ഓട്ടോണോമസ് ആയിട്ടുള്ള ട്രാൻസ്പോസോൺസ് ആണ് എന്ന് നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റും. അതേസമയം ലൈൻ എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആണ്. ലോങ് ആണെങ്കിലും ആൾ ഓട്ടോണോമസ് ആണ്, സ്വന്തമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ എൻഡോന്യൂക്ലിയസ് പ്രോട്ടീനും അതുപോലെ തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമും ഒക്കെ അതിൻ്റെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മെക്കാനിസത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല. നേരത്തെ ഇതിൻ്റെ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ മറ്റേ ആൾ ട്രാൻസ്പോസിഷൻ നടത്തിയത് സൈന്. അപ്പോൾ അതുപോലെ സെയിം മെക്കാനിസം തന്നെയാണ് ഇയാളതും. അതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി മെക്കാനിസം. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും അവിടെ മെക്കാനിസം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പോളി എ റിട്രോ ട്രാൻസ്പോസോൺസ് ടാർജറ്റ് പ്രൈംഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ മെക്കാനിസം ഫോർ ദ ട്രാൻസ്പോസിഷൻ 3 സ്ഥലത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. ഒന്നാം മെക്കാനിസം പറയുന്നിടത്ത്, രണ്ടാമത്തത് സൈനിൽ ALU എലമെൻസിൽ, മൂന്നാമത്തത് ലൈനിൽ L1 എലമെൻസിൽ. അപ്പോൾ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസിൽ യൂക്കാരിയോട്ടിക് ട്രാൻസ്പോസോൺസിൽ ലൈനും സൈനും ഒരു റിട്രോ ട്രാൻസ്പോസോൺസ് ആണ് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവുക. ഓക്കെ, ഇപ്പം ലൈൻസിൻ്റെ കേസിൽ LTR സീക്വൻസസ് ഉണ്ടാവില്ല. LTR സീക്വൻസ് നമ്മൾ എവിടെയാണ് കണ്ടത്, റിട്രോ ട്രാൻസ്പോസോൺസിൽ, വൈറൽ ലൈക്ക് റിട്രോ ട്രാൻസ്പോസോൺസിലാണ് നമ്മൾ LTR സീക്വൻസസ് കണ്ടത്. പോളി എയിൽ നമ്മൾ UTR സീക്വൻസസേ കണ്ടുള്ളൂ അല്ലേ. അപ്പം ലോങ് ടെർമിനൽ റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ മാത്രമേ കണ്ടുള്ളൂ. UTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ LTR ലോങ് ടെർമിനൽ സീക്വൻസസ് അല്ലെങ്കിൽ റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. സോറി, ലൈൻസിൽ ആബ്സെൻ്റ് ആണ്. അതെവിടെയാണ് കണ്ടത്, വൈറൽ ലൈക്ക് റിട്രോ ട്രാൻസ്പോസോൺസിലാണ് കണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട്. ഒരു ചെറിയ ഫിഗർ ഞാനിവിടെ മിനിയേച്ചർ ഫിഗർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു ഒറ്റ ഫിഗർ മാത്രം പഠിക്കാം. 3 മെക്കാനിസത്തിനും സെയിം തന്നെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് P എലമെൻറ്റ്സ് ഇൻ ഡ്രോസോഫില ആൻഡ് ദ ട്രാൻസ്പോസോൺസ് ഇൻ മെയ്സ്. ഏറ്റവും ലാസ്റ്റുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡിസ്കഷൻ ചെയ്ത എല്ലാറ്റിൻ്റെയും ഓവറോൾ വ്യൂ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. അത് CSER പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെയൊക്കെ ഒരു കൺസോൾട്ടേറ്റഡ് ഫോമാണ് ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നിങ്ങളുടെ സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ P എലമെൻസും അതുപോലെ തന്നെ ഏതെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ മെയ്സും കൂടെ എടുക്കും. അതോടെ ട്രാൻസ്പോസോൺസ് കംപ്ലീറ്റ് ആവും.